ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് സർവേകൾ പലതും ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. ഇന്ത്യ സഖ്യമുണ്ടായ ശേഷം സിറ്റിംഗ് എംപിയായ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് LDFന്റെ ഏറ്റവും വലിയ തെറ്റെന്ന് എ.കെ. ആന്റണി ചൂണ്ടിക്കാട്ടുന്നു. BJP കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്കാണ് പോകുന്നത് എങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകില്ല എന്നും ആന്റണി വിലയിരുത്തുന്നു. അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികളായ കോൺഗ്രസും ഇടതു പാർട്ടികളും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നതിനെ ചൊല്ലി BJP ആയുധമാക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നത്. 2019 ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നില്ല. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താം. എന്നാൽ 2024 ആയപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നേതാവായ രാഹുൽ ഗാന്ധി തന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥിയെ ഒരിക്കലും നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എ.കെ. ആന്റണി വാദിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ച സ്ഥാനാർത്ഥി സിറ്റിംഗ് MP. ആ സിറ്റിംഗ് MP മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായ സാഹചര്യത്തിൽ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലായിരുന്നു. അതാണ് LDFന് പറ്റിയ തെറ്റ് എന്നെൻ്റെ അഭിപ്രായം. കേരളത്തിലെ സർവേകൾ പലതിലും ഏറ്റവും അധികം ജനപ്രീതിയുള്ള നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. രാഹുലിന്റെ ഗ്രാഫ് ഉയരുന്നു എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷയും സാധ്യതയുമാണെന്ന് എ.കെ. ആന്റണി വിലയിരുത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ ആ തുടക്കം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. അതേപോലെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കൂടി വരികയാണ്. കേരളത്തിൽ BJPയുടെ സുവർണകാലം 2019 ആയിരുന്നു. ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാരിനെതിരായ വികാരം കോൺഗ്രസിനും BJPക്കും പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നും എ.കെ. ആന്റണി ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ കയറ്റങ്ങൾക്കും ഒരു ഇറക്കമുണ്ട്. BJPയുടെ കയറ്റം കഴിഞ്ഞുവെന്നും ഇനി താഴേക്ക് പോകുന്നുവെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ നിരീക്ഷണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.